ഓണത്തിനൊപ്പം ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് നബി ദിനമാണ്. ആശംസകൾ നേർന്ന് മൗലിദ് സദസ്സുകൾ സംഘടിപ്പിച്ചും സംസ്ഥാനത്ത് എങ്ങും വിപുലമായ ആഘോഷമാണ് അല്ലേ? അതെ. ഇംതിയാസ് പറയും അതിന്റെ വിശേഷങ്ങൾ. തിരുവോണത്തിനൊപ്പം ഒരു നബിദിനം കൂടെ വന്നെത്തിയ സന്തോഷത്തിലാണ് കേരളത്തിലെ മലയാളികളെല്ലാം ഉള്ളത്. 1500ാമത് മുഹമ്മദ് നബിയുടെ തിരുപ്പിറവി ദിനം, ആ ദിനമാണിന്ന്. അതിൻ്റെ സന്തോഷത്തിലാണ് ഇസ്ലാം മത വിശ്വാസികളെല്ലാം ഉള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ദഫ്മുട്ടുണ്ട്, സ്കൗട്ടുണ്ട്, അതുപോലെ തന്നെ മദ്രസകളിലെയൊക്കെ വിദ്യാർത്ഥികൾ പഠിച്ച പാട്ടുകളും പ്രസംഗങ്ങളും ഒക്കെ ആയിട്ട് വലിയ കലാപരിപാടികളടക്കം അരങ്ങേറാനുള്ള ഒരു ദിവസമാണ് നബിദിനാഘോഷം എന്നത്. പ്രവാചകന്റെ മുഹമ്മദ് നബിയുടെ 1500ാമത് തിരുപ്പിറവി ദിനം അത് അത്രത്തോളം മനോഹരമാണ്. അത്രത്തോളം പ്രവാചകന്റെ പ്രകീർത്തന ഗാനങ്ങൾ പാടി, മദ്ഹ് ഗാനങ്ങൾ പാടി നഗരത്തെ ഒന്നാക്കി മുഖരിതമാക്കുന്ന, വളരെ ആനന്ദത്തിൽ കഴിയുന്ന ഒരു ദിവസം. അതാണ് പ്രവാചകന്റെ മുഹമ്മദ് നബിയുടെ തിരുപ്പിറവി ദിനമെന്ന് പറയുന്നത്. അതിനകത്ത് ഇന്ന് ഇത് ഘോഷയാത്ര കഴിഞ്ഞതിന് ശേഷം പള്ളികളിൽ അന്നദാനമുണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം രാത്രിയായി കഴിഞ്ഞാൽ സ്റ്റേജ് കെട്ടി കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറുന്നതാണ്. അതോടൊപ്പം തന്നെ ഘോഷയാത്രയിലുടനീളം മധുര പലഹാരങ്ങളുടെ വിതരണമുണ്ടാകും. ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് നബിദിനാഘോഷമാണ് ഇന്നല്ലേ? സന്തോഷമാണോ ഇന്നത്തെ ദിവസം? മദ്രസകളിൽ പാട്ടും പരിപാടിയൊക്കെ ഉണ്ടോന്ന്? പാട്ടൊക്കെ പഠിച്ചോ? ഇന്ന് രാത്രി പരിപാടിയില്ലേ? രണ്ടുപേരും പാട്ട് പാടുമോ? പാട്ട് പാട് നോക്കട്ടെ. എന്തായാലും കുഞ്ഞുങ്ങളെല്ലാം വലിയ സന്തോഷത്തിലാണ്. മുഹമ്മദ് നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ അത് കുഞ്ഞുങ്ങളാണ്. മുഹമ്മദ് നബിയുടെ പ്രവാചകന്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് പ്രവാചകന്റെ പ്രകീർത്തന ഗാനങ്ങൾ പാടിക്കൊണ്ടൊക്കെയാണ് 1500ാമത് തിരുപ്പിറവി ദിനം കേരളത്തിൽ ഒന്നാകെ ആഘോഷിക്കുന്നത്. ക്യാമറമാൻ വേണുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.